നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനുമായിട്ടുള്ള വലിയ അടുപ്പത്തിന്റെ പേരിലാണ് മകൾ വീണ വിജയന് ഞാൻ പണം നൽകിയതെന്ന് കർത്ത പറഞ്ഞതോടുകൂടി, ആ മൊഴികൾ പുറത്തേക്ക് വന്നതോടുകൂടി CPM-ൽ ഇപ്പോൾ ബോംബ് വീണ അവസ്ഥയാണ്. AKG സെന്റർ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും. പിണറായി വിജയൻ മറ്റ് അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങൾ തനിക്ക് നേർക്ക് വന്നാൽ അത്ര പെട്ടെന്നൊന്നും വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒന്നും നിൽക്കാറില്ല. മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലത്ത് അതെടുത്ത് പരിശോധിച്ചാൽ മതി. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് പറയാൻ സൗകര്യമില്ല, വീട്ടിൽ പോയി ചോദിക്ക്, അങ്ങനെയൊക്കെയുള്ള മറുപടികളായിരുന്നല്ലോ, ആ ധാർഷ്ട്യമായിരുന്നല്ലോ നമ്മൾ പിണറായിയിൽ നിന്ന് കണ്ടത്. എന്നാൽ ഇന്നിപ്പോൾ ആരോപണം വന്ന് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പിണറായി വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പിണറായി വിജയന് സപ്പോർട്ടുമായിട്ട് ഒരു നേതാക്കളും ഇതുവരെ അധികം രംഗത്തേക്ക് വന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് പിണറായി വിജയനെ താങ്ങി ഇപ്പോഴും നിൽക്കുന്നത്. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഒന്ന് കാലുറപ്പിച്ചിരിക്കണമെങ്കിൽ പിണറായിക്ക് പാർട്ടി സെക്രട്ടറി കസേരയിൽ MV ഗോവിന്ദൻ തന്നെ വേണം. അതായത് MV ഗോവിന്ദൻ പിണറായിയുടെ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നു, പിണറായി MV ഗോവിന്ദന്റെ പുറം ചൊറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചൊറിച്ചിൽ ബന്ധമാണ് ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോഴുള്ളത്. പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് CPM-ലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും. KK ശൈലജ, EP ജയരാജൻ, P ജയരാജൻ തുടങ്ങി ഒരു കൂട്ടർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. മുൻപ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ പിണറായിയുടെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ പോയ ആ ഒരു ഉശിരൊന്നും ഇന്നിപ്പോൾ CPM-കാർക്കില്ല. അതായത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായിയുടെയും മകളുടെയും കയ്യിൽ എങ്ങനെയൊക്കെയോ കാശ് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുവരുടെയും മടിയിൽ കനമുണ്ടെന്ന് നേതാക്കൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ശരിക്കും പൊട്ടന്മാരായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണയെ ചോദ്യം ചെയ്യാൻ വന്ന ED-യെ ആക്രമിച്ച ആ അന്തം കമ്മികളാണ്. ഒന്നും നോക്കിയില്ല, ആ ഉദ്യോഗസ്ഥരുടെ കാർ അങ്ങ് തല്ലിപ്പൊളിക്കുകയും ഉദ്യോഗസ്ഥർ വന്ന കാർ തല്ലിപ്പൊളിക്കുകയും അവരെ ആക്രമിക്കാനുമാണ് ചെന്നത്. എന്നിട്ട് അങ്ങ് CPM-ന്റെ പവർ കാണിക്കാൻ ചെന്നതാണ്. ഞങ്ങളുടെ പിണറായി ആണടാ, തൊട്ടാൽ വിവരമറിയും എന്നൊക്കെ പറഞ്ഞു പോയ ആ അന്തം കമ്മികൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അഴിക്കുള്ളിൽ ലോക്കായിരിക്കുകയാണ്. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും പിണറായി ഇന്നിപ്പോൾ തയ്യാറാകുന്നില്ല. അവരുടെ വീട്ടുകാർ 10-25 പേരോളമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ. അവരുടെ വീട്ടുകാർ നിരന്തരം AKG സെന്ററിൽ എത്തുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ്. എന്നാൽ പിണറായി വിജയൻ അവർക്ക് നേരെ കണ്ണ് തിരിക്കുകയാണ്. എവിടുന്ന് പിണറായിക്ക് സമയം? മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിൽ തന്നെ നിന്ന് ഉരുകുകയാണ് പിണറായി. അപ്പോഴാണോ ഇനി നാട്ടുകാരുടെ പിള്ളേരുടെ കാര്യം നോക്കാൻ പിണറായി നടക്കുന്നത്? എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുതിർന്ന നേതാക്കൾ ആരും തന്നെ മെഴുകാൻ രംഗത്ത് വരാതിരുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരിക്കുന്നു. അവർ പിണറായിയെ പ്രതിരോധിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് ഏകദേശം വ്യക്തമായിരിക്കുന്ന കാര്യം. അതിനൊരു കാരണമുണ്ട്. പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള വാശിയാണ്. കാരണം അങ്ങനെ ഒരു പദവി പിണറായിക്ക് ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേര അതൊരു ഭരണഘടനാ പദവിയാണ്, അതൊരു പ്രിവിലേജ് കൂടിയാണ്. പക്ഷേ ആ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിണറായിക്ക് പിന്നെ വലിയ പ്രിവിലേജുകളൊന്നുമില്ല. ആകെ ഉള്ളൊരു പ്രിവിലേജ് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയാണ്. അതുകൊണ്ട് തന്നെ മകളെ രക്ഷിക്കാൻ ആ വഴിക്ക് ആ പദവി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാൻ പിണറായി തയ്യാറാകും. എന്നാൽ പിണറായി ഇപ്പോൾ അടപടലം സ്വയം കുഴിയിലേക്ക് വീണിരിക്കുകയാണ്. കർത്തയുടെ വാക്കുകൾ അത്ര നിസ്സാരമല്ല. കർത്ത ED-ക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതെങ്ങനെ പോയി? മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ പിണറായി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. എന്നാൽ മാധ്യമങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഇരുന്ന് വിയർക്കുന്ന പിണറായിയാണ് നമ്മൾ കണ്ടത്. മകളുടെ മറ്റൊരു കമ്പനിയെക്കുറിച്ചുള്ള വിവരം ഇന്നിപ്പോൾ പുറത്തു വന്നു. ഈ കമ്പനിയെക്കുറിച്ചുള്ള ചോദ്യം പിണറായിയോട് ചോദിക്കുമ്പോൾ പിണറായി തിരിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചത്, കമലയുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്നാണല്ലോ നിങ്ങൾ മുൻപ് വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ആ കമ്പനി ഇപ്പോൾ വിട്ടോ? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട അതിന് പിന്നാലെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജേർണലിസം ഒക്കെ അങ്ങ് അവസാനിച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ച് മാധ്യമങ്ങളെ ഇരുത്താൻ നോക്കി. പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞു, അങ്ങയുടെ മകൾക്ക് മറ്റൊരു കമ്പനി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ പിണറായി ഇരുന്നങ്ങ് നാറിപ്പുഴുക്കുകയാണ്.
അതായത് നമുക്ക് ഈ നിരന്തരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് മാസപ്പടി കേസും അതുപോലെ തന്നെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമൊക്കെ. ആ കമ്പനി അടച്ചുപൂട്ടി. എക്സാലോജിക് എന്ന കമ്പനി ഇന്നിപ്പോൾ ഇല്ല, അത് അടച്ചുപൂട്ടി. വിവാദം വന്നപ്പോൾ പേടിച്ച് അടച്ചുപൂട്ടിയതാണ്, അത് മറ്റൊരു കാര്യം. എന്നാൽ ഇങ്ങനെ നിരന്തരം വീണയ്ക്കും വീണയുടെ കമ്പനി എക്സാലോജിക്കിനുമെതിരെ ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ വന്നപ്പോൾ പോലും പിണറായി എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലെങ്കിൽ വിവാദം ഉണ്ടായപ്പോൾ എന്തിനാണ് തിടുക്കപ്പെട്ട എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയത് എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ പോലും പിണറായി എവിടെയും മകൾക്ക് മറ്റൊരു കമ്പനി ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞില്ല. അല്ലെങ്കിൽ അന്ന് പിണറായിക്ക് പ്രതികരിക്കാമായിരുന്നല്ലോ, എക്സാലോജിക് എന്ന കമ്പനി നഷ്ടത്തിലാണ്, മകൾക്ക് മറ്റൊരു കമ്പനി ഉണ്ട് എന്ന്. എന്നാൽ അതൊക്കെ പൂഴ്ത്തി വയ്ക്കാനുള്ള ഒരു ശ്രമം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വീണ വിജയന് മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് CPM-ലെ പലരും ഇപ്പോൾ ഈ മൊഴി പുറത്തു വന്നതോടെയാണ് അറിയുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ് വീണയ്ക്ക് മറ്റൊരു കമ്പനി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അടപടലം CPM-നെ ഇക്കണ്ട കാലം അത്രയും CPM-കാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി, അതും കുടുംബത്തോടെ വഞ്ചിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ CPM നേതാക്കൾ ആരും തന്നെ രംഗത്തേക്ക് വരുന്നില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ മാറി നിൽക്കണമെന്നുള്ള ആവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള CPM-ന്റെ പാർട്ടി യോഗങ്ങളിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ആവശ്യം പിണറായി രാജിവെക്കുക എന്നുള്ളതാണ്. പിണറായി അങ്ങനെ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് CPM-കാർക്കെല്ലാം നല്ല വെടിപ്പായിട്ടറിയാം. അതുകൊണ്ട് അവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്തായാലും പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്നുള്ള ഒരു സൂചന ED വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായിയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും, അതിലൊരു സംശയവുമില്ല. കർത്തയുമായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ പിണറായി നേരിടാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് പിണറായി അഴിമതിക്ക് കൂട്ടുനിന്നു, അഴിമതി നടത്തി എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കസേര രാജിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിലും പിണറായി ഇറങ്ങിപ്പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ഏതായാലും പിണറായിയെ സംബന്ധിച്ച് ഇതിപ്പോൾ അഗ്നി പരീക്ഷണമാണ്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ പിണറായിക്ക് വേണ്ടി കുമ്മിയടിച്ച ടീംസ് ഒന്നും ഇപ്പോൾ കുമ്മിയടിക്കാൻ തയ്യാറാകുന്നില്ല. നേതാക്കളൊക്കെ പിണറായി മാറി നിൽക്കണം, MV ഗോവിന്ദനും പിണറായിയും നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണം, ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ അതേ ഒരു വഴിയുള്ളൂ എന്ന് അവർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആ ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പല നേതാക്കളും. അതുകൊണ്ട് തന്നെ പിണറായിയെ ഇനിയിപ്പോൾ കേസും പുക്കാറുമായിട്ടാണ് പിണറായി കസേര രാജിവെക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് CPM-കാർ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തു പറയാനാണ്? എന്തായാലും ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ചാടി ഇറങ്ങുന്ന EP ജയരാജൻ, AK ബാലൻ, ഇവരെ ആരെയും തന്നെ ഇന്നിപ്പോൾ എവിടെയും കാണാനില്ല. പിണറായിക്ക് വേണ്ടി മെഴുകൽ അടങ്കൽ ഏറ്റെടുക്കാൻ ആരെയും കാണുന്നില്ല. KK ശൈലജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പിണറായിക്കെതിരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് KK ശൈലജ മുൻപ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഇവിടെ പ്രസക്തമാണ്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ആരോപണത്തിൽ അന്വേഷണ ഏജൻസിയോട് വീണ പ്രതികരിക്കട്ടെ. അവരുടെ കമ്പനി മറ്റൊരു കമ്പനിക്ക് എന്താണ് ചെയ്തു കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്കല്ലേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ അവരെ കൊണ്ട് ഹാജരാക്കട്ടെ. ഈ കേസ് വീണയ്ക്കെതിരെയാണ്, അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല, വീണ തന്നെ ആ കേസ് നടത്തിക്കൊള്ളും എന്നായിരുന്നു അന്ന് KK ശൈലജ പറഞ്ഞത്. മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. CPM എടുത്ത നിലപാട് എന്തായിരുന്നു? ED-യെ ആക്രമിച്ച ആ വലിയ സംഭവത്തിന് ശേഷം CPM എടുത്തൊരു നിലപാടുണ്ട്. വീണയ്ക്കെതിരെ വന്നാൽ പാർട്ടി പ്രതികരിക്കില്ല, എന്നാൽ പിണറായിക്കെതിരെ വന്നാൽ പാർട്ടി പ്രതികരിക്കും എന്നായിരുന്നു. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. പിണറായി തെറ്റുകാരനാണെങ്കിൽ പിന്നെ പിന്തുണയ്ക്കാൻ ചെന്നിട്ട് കാര്യമില്ല. കാരണം അഴിമതി പിണറായി നടത്തിയിട്ടുണ്ടെങ്കിൽ CPM എന്ന പാർട്ടി പിണറായിയെ പിന്തുണയ്ക്കാൻ ആ 7 അയലത്തുണ്ടാകില്ല. പിണറായി ശിങ്കിടികൾ ഉണ്ടാകും, എന്നാൽ മറ്റ് നേതാക്കൾ കൈ ഒഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ വലിയ ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് AKG സെന്ററിൽ പോയിരുന്ന് പിണറായി കൂട്ടക്കരച്ചിലാണെന്നും നേതാക്കളെ മാറി മാറി പിണറായി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ നേതാക്കൾ ആരും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാല ഫോൺ എടുക്ക്, EP ഫോൺ എടുക്ക്, ശൈലജയെ ഫോൺ എടുക്ക്, എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വാവിട്ട് കരച്ചിലാണെന്നുള്ള ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിണറായി, സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട് പിണറായി വീണാലും വന്ന് 4 കാലിലേ വീഴുള്ളൂ എന്ന്. എന്നാൽ ഇത്തവണ ഒരു കാലിലെങ്കിലും വന്ന് വീണാൽ അത്രയും ഭാഗ്യം എന്നേ പറയാൻ കഴിയൂ. കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, ആ അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.